കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, എപ്പോഴും സന്തോഷിപ്പിൻ. എന്താണ് സന്തോഷിക്കുക എന്ന് പറയുന്നത്? എവിടെയാണ്, എങ്ങനെ, ഏത് നിലവാരത്തിലുള്ള സന്തോഷമാണ് നമുക്ക് അനിവാര്യമായത്? ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന പലതരത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ട്. പലതരത്തിലുള്ള സന്തോഷങ്ങളുണ്ട്. ശാരീരിക മാനസിക സന്തോഷങ്ങൾ, നമ്മുടെ ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന ആ സന്തോഷത്തെക്കുറിച്ചാണ്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ഇവിടെ പരിചയപ്പെടുത്തുന്ന സന്തോഷം ലൗകിക സന്തോഷത്തെ അല്ല, പകരം കർത്താവിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു സന്തോഷമാണ്. അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ലതിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ കടമോ ഞെരുക്കമോ രോഗമോ പ്രതിസന്ധികളോ അസ്വസ്ഥതകളോ മറ്റ് വിഷയങ്ങളൊക്കെ നമുക്ക് കണ്ടെന്നിരിക്കാം. എന്നാൽ ഇതൊന്നും കർത്താവിലുള്ള നമ്മുടെ സന്തോഷത്തെ എന്ത് ചെയ്യത്തില്ല, കെടുത്തിക്കളയത്തില്ല. ഹബക്കൂക്ക് എഴുതിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സാഹചര്യം മുഴുവൻ പ്രതികൂലമാണ്, മുഴുവൻ എതിരാണ്. ഒരു മേഖലയിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. സകലത്തിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഹബക്കൂക്ക് പറയുന്നു, ഞാൻ കർത്താവിൽ എനിക്കൊരു സന്തോഷം ഉണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഉലകത്തിലെ ജീവിതം എന്ന് പറയുന്നത് പ്രയാസപൂരിതമായ അവസ്ഥകളുണ്ട്, രോഗങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, ഏകാന്തതകളുണ്ട്, മാനസിക പൈശാചിക തരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കെതിരെ കടന്നു വരും. ഇതെല്ലാം കടന്നു വരുമ്പോൾ ഓർക്കുക, യേശു കർത്താവിൽ നമുക്കൊരു സന്തോഷത്തെ നിശ്ചയമായി പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയും. ആദ്യ പ്രത്യാശയിൽ നിന്ന് അകന്നുപോയൊരു സഭയാണ് ഫിലിപ്പിയ സഭ. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അതേ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല എന്ന് പറയുന്ന പൗലോസിൻ്റെ വാക്കുകളെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവരുടെ പ്രത്യാശ ചോർന്നു പോയപ്പോൾ, അവരുടെ വിശ്വാസത്തിന് ഭംഗം വന്നപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹം, രോഗമുണ്ടോ, ക്ലേശമുണ്ടോ, പ്രയാസമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, എന്നാൽ ദൈവത്തിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റി, നിങ്ങളുടെ വേദനകളെ മാറ്റി, മനസ്സിൽ സന്തോഷിക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ മാറ്റി ഒരു ദൈവിക സന്തോഷത്തെ ഹൃദയത്തിനകത്ത് നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. തിരുവചനം വ്യക്തമായി നമ്മെ യോഹന്നാൻ സുവിശേഷമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വരെ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും, എൻ്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ്. എല്ലാ നന്മകളാൽ ദൈവം നിറയ്ക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.